ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഫിസിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ നമ്മളുടെ കുറച്ച് ടോപ്പിക് അല്ലെ കുറച്ച് സബ്ജക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് വളരെ നന്നായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നതുമായ കുറച്ച് പ്രൊഡക്റ്റ് അതിന്റെ കാര്യങ്ങളൂടെ പറഞ്ഞ് നമ്മൾ ഈ ഒരു ഓൺലൈൻ സെഷൻസ് തൽക്കാലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കനകമ്മ. 30 വർഷം നഴ്സിംഗ് സർവീസിൽ ഉണ്ടായിരുന്നു. 30 വർഷം ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് എന്നെ രക്ഷിക്കാനായില്ല. 1 വർഷം റിട്ടയർമെന്റിന് ശേഷം ഓൾമോസ്റ്റ് ബെഡ് റിഡൻ ആ ഒരു ലെവലിലെത്തിയ ഒരു ശരീരമായിരുന്നു. അതുപോലെ അതിനേക്കാൾ മോശമായ മാനസികാവസ്ഥയും. ആ സമയത്താണ് എൻ്റെ ബന്ധു എനിക്ക് RCM നല്ലതാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. ഉഷാമ്മയ്ക്ക് കോടി നമസ്കാരം. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് സാധിക്കില്ല എന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. കോംപ്രമൈസ് ചെയ്തത് ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം പ്രായപൂർത്തിയായപ്പോൾ അത് പറ്റില്ലാത്ത സ്വപ്നമാണെന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുന്നത്. എന്ന് പറഞ്ഞതുപോലെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. മറ്റുള്ളവരെ സഹായിക്കണം. നമുക്ക് സഹായിക്കണമെങ്കിൽ കയ്യിൽ പൈസ വേണം, അല്ലേ? അത്രയ്ക്കൊന്നും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവാറില്ല. ഒരാളെ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വരുമാന മാർഗം പറഞ്ഞു കൊടുക്കാനായിട്ട്, ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ ഒരു പ്രസ്ഥാനം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമുട്ട്, മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവന്റെ ആരോഗ്യമാണ്. ശരീരമാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് തിരിച്ചറിവുണ്ടാകുന്ന കാലം വളരെ വളരെ വൈകിയാണ്. ആ സമയത്ത് ശരീരം ഉപേക്ഷിച്ച് ശരീരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ്, ഈ ലോകത്തിലെ സർവമാന കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇമ്പോർട്ടൻസ് ഇല്ലാതെ ലീസ്റ്റ് ബോധേഡ് ആയിട്ട് പോകുന്നത് ഏതാണ്? നമ്മളുടെ ശരീരം മാത്രമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഉപേക്ഷിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ മനസ്സിന് ധൈര്യമുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹമുണ്ട്, ശരീരം മുന്നോട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആണ് ശരിക്കും നമ്മൾ ഈ ശരീരം എടുത്തുകൊണ്ട് ഇതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരുടെ അടുക്കൽ, ഒരു ഡോക്ടറിൽ നിന്ന് മറ്റൊരു ഡോക്ടറിലേക്ക് ഓടുകയും ഒരു സിസ്റ്റത്തിൽ നിന്ന് അലോപ്പതി വിട്ട് ആയുർവേദം വിട്ട് ഹോമിയോ വിട്ട് നാട്ടുചികിത്സ, അതും കഴിഞ്ഞിട്ട് പ്രകൃതി ചികിത്സ, എവിടെയാണ് നമ്മളുടെ ശരീരം ഒക്കെ ആകുന്നത് അവിടം വരെ നമ്മൾ ഓടുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ അറിയാത്തതും നമ്മളെ ആരും പഠിപ്പില്ല, ഈ സിസ്റ്റത്തിൽ എങ്ങും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ എന്ന വാക്ക് ശരിക്കും എല്ലാവരും കേട്ടു തുടങ്ങിയത്, ഇമ്മ്യൂണിറ്റി എന്ന വാക്ക് കേട്ടു തുടങ്ങിയത് ശരിക്കും കൊറോണ കാലഘട്ടം മുതലാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ന്യൂട്രീഷൻ സയൻസ് പഠിക്കാനും ന്യൂട്രീഷൻ സയൻസ് അനുസരിച്ച് നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റി എഴുതാനും പറ്റിയൊരു കാലഘട്ടം. വച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട്, എന്തൊക്കെയാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ നമ്മൾ പൂർത്തിയാക്കാതെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചത്, അതിനെയൊക്കെ തിരിച്ചു പിടിച്ച് സന്തോഷമായിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സഹായകമാണ് ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. RCM എന്ന ഒരു RCM 3 അക്ഷരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിങ്ങിനേക്കാൾ ഉപരി രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം. ആർക്ക് രക്ഷപ്പെടാൻ വേണമെങ്കിലും, എങ്ങനെ രക്ഷപ്പെടാൻ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഓരോരുത്തരിലുമുള്ള കഴിവ്. ഇപ്പൊ പലർക്ക് പല കഴിവാണ്. എല്ലാവർക്കും ന്യൂട്രീഷൻ പഠിക്കാനും ന്യൂട്രീഷൻ സെയിൽ ചെയ്യാനും അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കാനും പറ്റില്ല. പക്ഷെ നെറ്റ്വർക്കിങ്ങിൽ ബിൽഡപ്പ് ചെയ്ത് പോകാൻ, ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലേക്ക് പോകാൻ, അവർക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. കുറച്ചു പേര് കീസോൾ പ്രൊഡക്റ്റ്, കുറച്ചു പേര് പെയിന്റ്, ഇതൊന്നും പറ്റാത്തവർക്ക് FMCG എല്ലാ വീട്ടുകളിലും വേണ്ടതാണ്. കൂടുതൽ ആയാസപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ല, എഴുതി വെച്ച് പഠിക്കാൻ തിയറി ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ ഏതുവഴി പോയാലും നമുക്ക് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രതയിലേക്ക് പോകാൻ ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഈ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് മറ്റൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങളൊന്നും, കാരണം ഏറ്റവും ഉത്തമമായത് മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റൊന്നിനെ പറ്റി കേൾക്കാൻ ഞാൻ തയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന മഹാനായ TCGയുടെ പാദങ്ങളിൽ കോടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ കാരണക്കാരായത്, ഒന്ന് ബഹുമാനപ്പെട്ട രാജൻ സാറിന്റെ ക്ലാസ്, ഒരു വീഡിയോയാണ് ആദ്യമായിട്ട് കാണുന്നത്. നേരിട്ട് പരിചയമില്ല. ലിവ് വിതൗട്ട് മെഡിസിൻ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ
അത് കഴിഞ്ഞ് അതിലേക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ്, ന്യൂട്രീഷന്റെ ബ്രാൻഡിലേക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായത് ശരിക്കും സുരേഷ് സാറിന്റെ ക്ലാസ്സുകളാണ്. അത് കഴിഞ്ഞ് വീരാങ്കന ക്ലബ്ബ്, അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ കാര്യം, ഓരോ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെയാണ് ശരീരത്തിൽ ഉതകുന്നത്, നമുക്ക് നമ്മളെ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം, അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മറ്റുള്ളവരുടെ കാര്യം. ഇതെല്ലാം കൃത്യമായിട്ടും നമുക്ക് നമ്മളെ അറിയണം, എന്തുകൊണ്ട് അറിയണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്ന ക്ലാസ്സുകളാണ് വീരാങ്കന ക്ലബിലെ ക്ലാസ്സുകൾ. അപ്പൊ നമുക്ക് നേരിട്ട് സബ്ജക്റ്റിലേക്ക് പോകാം. ഒന്നുമല്ല, പ്രോട്ടീൻ നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് തരുന്നത്. പ്രോട്ടീന്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. നമുക്ക് എല്ലാ സെല്ലുകൾക്കും പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ സെല്ലുകൾ ഉണ്ടാവൂ. ശരീരത്തിലെ സെല്ലുകൾ കൂടാതെ ഹീമോഗ്ലോബിൻ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രോട്ടീൻ വേണം. നമ്മുടെ സ്കിന്ന് റിജനുവേഷൻ, പുതിയതായിട്ട് സ്കിന്നിലെ സെല്ലുകൾ ഉണ്ടാവുന്നത് എവറി സെക്കൻഡ് ഡേ പുതിയ സെല്ലുകൾ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ സെല്ലുകൾ മാറി പുതിയത് വരുമ്പോൾ നമുക്ക് യുവത്വവും എനർജിയും കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ് ഉള്ള നല്ലതുപോലെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന പോലെ അങ്ങനെയൊന്നും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ശരിക്കും നമുക്ക് ബലമുള്ള നല്ല സ്കിന്നുകൾ കിട്ടൂ. പ്രായമാകുന്നതിന്റെ ഇംപ്രിന്റ് ശരീരത്തിൽ പതിഞ്ഞു പോയി ചുക്കിച്ചുളുങ്ങിയ സ്കിന്നൊക്കെ ഉണ്ടാവാനുള്ള കാരണം പുതിയ സെല്ല് ഉണ്ടാകുന്ന സമയത്ത് അവിടെ കൂടുതൽ നല്ല പ്രോട്ടീൻ ഇല്ല, അമിനോ ആസിഡ്സ് കുറവാണ്. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസ്, സെൽ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ബലമില്ലാത്ത, ഇലാസ്റ്റിസിറ്റി കുറവുള്ള സെല്ലുകൾ, കണക്റ്റീവ് ടിഷ്യൂസിന്റെ റിപ്പയർ ഒന്നും അവിടെ നടക്കാത്തത് കൊണ്ടാണ് സ്കിൻ ചുളുങ്ങി പോകുന്നതും പ്രായമായി എന്നൊരു തോന്നല് വരുന്നതും സ്കിന്നിൽ പിഗ്മെന്റേഷൻസ് അപ്പിയർ ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പ്രായമായി കഴിയുമ്പം ജോയിന്റ്സുകളിൽ ശരിക്കും ബലം കിട്ടാതെ വരിക, അത് ശരിക്കും തന്തുക്കളിൽ, ആ നാരുകളിൽ, പേശി തന്തുക്കളിൽ ആവശ്യമായിട്ടുള്ള ബലം കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമുക്ക് പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അസിഡിറ്റി ഇല്ലാതാക്കാൻ, ബോഡിയെ ഒന്ന് ആൽക്കലൈൻ ആക്കി വെക്കാൻ ഒക്കെ നമുക്ക് പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. ഡയബറ്റിക് എന്ന് പറയുന്ന കണ്ടീഷനിൽ, അതായത് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് പൊണ്ണത്തടി ഉണ്ടാവാതിരിക്കാനും തീരെ മെലിഞ്ഞു പോവാതിരിക്കാനും മസിൽ പവർ കൂട്ടിയെടുക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് പ്രോട്ടീൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് നൈട്രോജൻ ബാലൻസ്, നമ്മുടെ ബോഡിയുടെ pH കറക്റ്റ് ചെയ്യുക. അതുപോലെ മസിൽ ബിൽഡിംഗ്, അതായത് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പ്രോട്ടീനെ ഉണ്ടാക്കിക്കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ പ്രോട്ടീനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവിടെ കൃത്യമായ പ്രോട്ടീന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ഈ ഒരു ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ്. നേരെ നമ്മുടെ പ്രോഡക്റ്റ് ഷേക്ക് അല്ലെങ്കിൽ ഓൾ പ്രോയിലേക്ക് പോകാം സാർ. നമുക്ക് വളരെ നല്ല ഒരു പ്രൊഡക്റ്റ്, അതായത് ആദ്യകാലത്തുണ്ടായിരുന്ന ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ഇത് മൂന്നും ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം ആൾക്കാർ, നമ്മൾ ഒരു പൊതുജന ഒരു സ്വഭാവം മിക്കവാറും എല്ലായിടത്തും ഉള്ളതാണ്, ഉള്ളതിനെ ചോദിക്കില്ല, ഇല്ലാത്തതിനെ ചോദിക്കുക. ഇതിനൊരു ടേസ്റ്റ് ഇല്ല, ഈ ടേസ്റ്റ് ഇഷ്ടമില്ല, അതിലൊന്നും ആഡഡ് ഷുഗർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നമുക്ക് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചാണ്, നമ്മൾ ആഹാരത്തെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ ചെറുപ്പമായാലും കൊള്ളാം, മുതിർന്നവരായാലും കൊള്ളാം, ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നിറം, മണം, രുചി. ഇതാണ് ആഹാരത്തിന് പ്രതീക്ഷിക്കുന്നത്. ആ രുചിയാണ് ശരിക്കും അത് ഉള്ളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മണം കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ രുചിയുള്ള ഒരു പ്രൊഡക്റ്റ് ചെറുപ്പക്കാരിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള നല്ലൊരു പ്രൊഡക്റ്റ്, ഒരു ട്രൈ പ്രോട്ടീൻ ബ്ലെൻഡ്. 3 തരം പ്രോട്ടീനുകളുടെ ബ്ലെൻഡ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ 2 തരം 2 ടേസ്റ്റിലാണുള്ളത്. ഒന്ന് പ്രോഡക്റ്റ് ഷേക്ക്, ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് ബനാന കാരമൽ, മറ്റൊന്ന് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് കോഫി ഹേസൽനട്ട്. അപ്പൊ ഇത് രണ്ടും
രണ്ട് ടേസ്റ്റ് ആണ്. ഇതിൽ ഏതാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സാമ്പിളിംഗ് ചെയ്തിട്ട് വേണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രോട്ടീന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ അതേ ബെനിഫിറ്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രോട്ടീൻ ട്രൈ പ്രോട്ടീൻ ബ്ലെൻഡ് എന്നാണ് പറയുന്നത്. 3 തരം പ്രോട്ടീൻ. അത് ഏതൊക്കെയാണ്? സോയ് പ്രോട്ടീൻ ഉണ്ട്, ഐസൊലേറ്റഡ് സോയ് പ്രോട്ടീൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, കേസിൻ ഉണ്ട്. ഇത് മൂന്നും ഒരുപോലെ എന്താണ് പിഡിക്കാസ് വാല്യൂ 1 ഉള്ളതാണ്. പിഡിക്കാസ് വാല്യൂ 1 എന്ന് പറയുന്നത് ശരിക്കും ഡൈജസ്റ്റബിൾ, ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, അബ്സോർബിൾ ആണ്. അതുപോലെ എല്ലാ അമിനോ ആസിഡ്സും അതിനകത്തുണ്ട്. സോയ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു 3 ട്രൈ പ്രോട്ടീൻ ബ്ലെൻഡ് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ കഴിക്കുന്ന ആളിന്റെ ബെനിഫിറ്റ് എന്താണ്? ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് അവേഴ്സ് വരെ, അതായത് ഒരു 6 മണിക്കൂർ വരെ, ഇതിന്റെ 6 മുതൽ 7-8 മണിക്കൂർ വരെ ഈ പ്രോട്ടീൻ കഴിച്ചിട്ട് ഈ പ്രോട്ടീന്റെ അംശം ശരീരത്തിൽ നിലനിൽക്കുന്നു, അതിന്റെ ഊർജം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വേ പ്രോട്ടീൻ എന്ന് പറയുന്നതും കേസിൻ എന്ന് പറയുന്നത് രണ്ടും പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്, പാലിൽ നിന്ന് എടുക്കുന്നതാണ്. പാല് പിരിയുമ്പോൾ കാണുന്ന കട്ടിയുള്ള ഭാഗമാണ് ശരിക്കും കേസിൻ. അതിന്റെ വെള്ളം പോലെ കിടക്കുന്ന ആ ഭാഗമാണ് വേ എന്ന് പറയുന്നത്. ആ വേ പ്രോട്ടീൻ അതാണ് ഇതിൽ 3 വെച്ചിട്ട് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളതും. ആ വേ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് വളരെ ലെങ്തിയും ടഫുമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്റ്റ് വേ പ്രോട്ടീൻ ഉള്ള പ്രൊഡക്റ്റ് കോസ്റ്റ് കൂടാനായിട്ട് കാരണമാകുന്നത്. വേ പ്രോട്ടീൻ വളരെ പെട്ടെന്ന് രക്തത്തിൽ മെറ്റബോളൈസ് ആവുകയും ഊർജം റിലീസ് ചെയ്യുകയും സഡൻ എനർജി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. സഡൻ ആയിട്ട് കൂടുന്നത് കൊണ്ട് തന്നെ സഡൻ ആയിട്ട് അത് താഴോട്ട് വരും. ഒരു 2 to 3 അവേഴ്സിനപ്പുറത്തേക്ക് വേ പ്രോട്ടീന്റെ എനർജി നിൽക്കാറില്ല. ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് എനർജി, അതായത് എനർജി ലെവൽ കൂടി ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ഇത് സഹായിക്കും. വളരെ പെട്ടെന്ന് തന്നെ അത് എനർജി കൂടാൻ, വർക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ടയേർഡ്നെസ്സിനെ മാറ്റി അതിനെ കവർ ചെയ്യാനായിട്ട് വേ പ്രോട്ടീൻ സഹായിക്കും. വേ പ്രോട്ടീൻ മെറ്റബോളൈസ് ചെയ്ത ഊർജം റിലീസ് ചെയ്ത് അതിന്റെ ഒരു താഴെ ആ ഉന്നതയിൽ നിന്ന് ശരിക്കും ആ പീക്ക് ലെവലിൽ നിന്ന് താഴോട്ട് പോരുന്ന സമയത്താണ് കേസിൻ ആക്ടിവേറ്റ് ആകുന്നത്. ആ കേസിനും ഇതുപോലെ തന്നെ എനർജി കൂട്ടി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അത് ഡൗൺ ആകും. ആ ഡൗൺ ആകുന്ന സമയത്താണ് സോയ പ്രോട്ടീൻ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അത്തരത്തിലാണ് ഇതിന്റെ അകത്തെ ബ്ലെൻഡ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ആ സോയ പ്രോട്ടീൻ ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 4 മണിക്കൂറും കൂടെ നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതെന്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസുകൾ, ഹെവി ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ മസിൽ ഡാമേജുകൾ ഉണ്ടാവാറുണ്ട്. മസിൽ ഡാമേജുകളെ ക്ലിയർ ചെയ്യാൻ ഇത് നമുക്ക് ജിമ്മിൽ പോകുന്നവർക്ക്, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉത്തമമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ശരിക്കും ഇത്. ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടയേർഡ്നെസ് ഇല്ലാതെ പെർഫോമൻസ് ലെവൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്കൊരു പെട്ടെന്നൊരു വിശപ്പ് വന്നു, നമ്മളുടെ ഒരു ചെറിയ വിശപ്പ് എന്ന് പറയുമ്പോൾ ആഹാരം പാകം ചെയ്ത് കഴിക്കാനായിട്ടുള്ള കാലതാമസം നമുക്കില്ല, അത്രയൊന്നും ക്ഷമയില്ല വിശപ്പിനെങ്കിൽ നമുക്കൊരു ചെറിയ വിശപ്പ് അതിന് ഇതൊരു ഷെയ്ക്ക് ആക്കിയിട്ട് ഒരു സ്കൂപ്പ് എടുത്ത് നമ്മൾ ഒരു സ്കൂപ്പിൽ ഒരു 20 ഗ്രാം ഉണ്ടാവും. ആ 20 ഗ്രാം നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ കൂടുതലും നട്ട്സ് ആണ് ചേർക്കുന്നത് നല്ലത്. നമുക്കതിനെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റും. ഇത് ശരിക്കും കോൾഡായിട്ടും ഒരു ഹോട്ടായിട്ടും ഇത് കഴിക്കാം. ഹോട്ടില് ഭയങ്കരമായിട്ട് ചൂട് വേണ്ട, ഒരു ലൈറ്റ് വാം, ഒരു ലൂക്ക് വാം എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ പ്രോട്ടീൻ നമുക്ക് മെറ്റബോളൈസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? ഫൈബർ വേണം. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഡയറ്ററി ഫൈബർ, ഫ്രക്ടോ ഒളിഗോസാക്രൈഡ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ന്യൂട്രിചാർജ് കിഡ്സിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മറ്റു പ്രോട്ടീനുകളിലും ഇത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ലോങ് ചെയിൻ ആണ്, ലോങ് മോളിക്യൂൾ ആണ്. ആ ഒരു ഫൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ ദഹിച്ച് നമ്മളുടെ ശരീരത്തിൽ അബ്സോർബ് ആകും. അതുപോലെ തന്നെ മറ്റു പ്രോട്ടീനുകളിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മളുടെ ഈ 2 ഷേക്കിലും ഉണ്ട്. ഒരു ബേസിക് ആയിട്ട് അത്യാവശ്യം വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും ഇതിനകത്തുണ്ട്. ഒരു സ്കൂപ്പിൽ 20 ഗ്രാം വരും, അതിനകത്ത് 10 ഗ്രാം പ്രോട്ടീൻ ആണ്, ബാക്കി അതിനകത്ത് വൈറ്റമിൻസും മിനറൽസും അതിന്റെ ബനാന ആ ഒരു ഫില്ലിങ്സും കാര്യങ്ങളുമാണ്. ആർട്ടിഫിഷ്യൽ കളറായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. സുക്രലോസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നുള്ളത് ട്രാൻസ്ഫാറ്റ് ഉണ്ടാവില്ല. ട്രാൻസ്ഫാറ്റ് ആണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാവാറുള്ളത്. ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം ജസ്റ്റ് ഒരു ഷെയ്ക്ക് ചെയ്യുക,
ശരിക്കും റിയൽ ബനാന കാരമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ ബനാനയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ആ ബനാന എന്ന് പറയുന്നത് ഏത്തപ്പഴം എന്ന് പറയണ്ട, ശരിക്കും നമുക്കൊരു പഴം ചേർത്തിട്ടുണ്ട്. ആ പഴത്തിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുന്നത് ബനാനയുടെ മാത്രമല്ല അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പൊ ബനാനയുടെ ഒരു ഗുണം കൂടെ ഇതിന് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും ചെറിയൊരു വിശപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മസിൽ മെയിൻറ്റെയിൻഡ് ആയിട്ടിരിക്കാൻ ഒക്കെ ഈ ഒരു ഷേക്ക് സഹായിക്കും. ഇത് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം? ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. നല്ലൊരു മാർക്കറ്റ് നമുക്കുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ഓട്ടപ്പാച്ചിലിൽ ആഹാരം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലാത്ത ആൾക്കാർ, നമ്മുടെ ലീഡേഴ്സ് അതിന് ഉത്തമ ഉദാഹരണമാണ്. സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാത്തവര് ഇതൊരു കയ്യിൽ ക്യാരി ചെയ്താലായിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ നമ്മുടെ എനർജി, നമ്മുടെ വിശപ്പ്, ദാഹം ഒക്കെ മാറ്റി ശരീരത്തിന്റെ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ ഒരു പരിധി വരെ ഇത് നമുക്ക് സഹായിക്കും. നമ്മൾ വിശന്ന് നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബോഡിയിൽ അസിഡിറ്റി ഉണ്ടാവില്ല, ശരീരം പട്ടിണിയാവില്ല. അതാണ് മെയിനായിട്ട് കറക്റ്റ് പറയാൻ പറ്റുന്നത്. രണ്ടാമത് പെർഫോമേഴ്സിന് കൊടുക്കാം. സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കല്ല കോളേജ് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഗുണം, നമ്മളുടെ ശരീരത്തിലെ ഞാൻ ഈ പറഞ്ഞ പ്രോട്ടീന്റെ ബെനിഫിറ്റുകൾ മുഴുവൻ കിട്ടുന്നത് കൂടാതെ ഒരു എക്സ്റ്റെൻഡഡ്, മറ്റു പ്രോട്ടീനുകളിൽ കിട്ടാത്ത ഒരു എക്സ്റ്റൻഷൻ ഓഫ് എനർജി അവേഴ്സ്, ആ ഒരു സസ്റ്റൈനൻസ് കിട്ടാനായിട്ട്, അത് കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കും. പിന്നെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, മുതിർന്ന പൗരന്മാർ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അവരുടെ ശരീരത്തിൽ അവർക്ക് ശരിക്കും പ്രായം വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചുറ്റിച്ചൊളിഞ്ഞ സ്കിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ആരും പ്രായം ശരീരത്തിനായെങ്കിലും മനസ്സിന് പ്രായമാവാത്തത് കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള എൽഡർലി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചുറ്റിച്ചുളുങ്ങിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ആ ഒരു വ്യക്തിക്കാണ്. ബനാന ന്യൂട്രിചാർജ് ബനാന കാരമൽ പ്രോഡക്റ്റ് ഷേക്ക് ബനാന കാരമൽ, അതാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. മറ്റതിനൊരു കുത്തല് ഫീൽ ചെയ്യുമെന്ന് പറയും. അത് ഇഷ്ടമുള്ളവരുമുണ്ട്, ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. 2 പാക്കറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്നതിൽ നിന്ന് സാഷെ കൊണ്ടുപോയിട്ട് അതിനകത്തുനിന്ന് ഒരു സ്കൂപ്പ് കൊണ്ടുപോയിട്ട് അവരെ സാമ്പിൾ ചെയ്യിപ്പിക്കുക. ഏത് ടേസ്റ്റ് ആണ് അവർക്ക് ഇഷ്ടം അത് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ശരിക്കും നമ്മൾക്ക് റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പിന്നെ പഠിക്കുന്ന കുട്ടികൾ, യോഗ പ്രാക്ടീസ് ചെയ്യുന്നവര്, അതുപോലെ മറ്റ് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവര്, അങ്ങനെ മുന്നോട്ട് പോയാൽ ഇവര് ഇഷ്ടം പോലെ കാറ്റഗറിയിൽ കൊടുക്കാം. ഈ ഫാറ്റ് കൂടുന്നത് കൊണ്ട് ഇത് സാധാരണ ആർക്കും പ്രിസ്ക്രൈബ് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ലാത്ത കാരണം, നോർമലി മനുഷ്യന്റെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഫാറ്റ് ഉണ്ട്. ആ ഫാറ്റ് തന്നെയാണ് അവരുടെ ആരോഗ്യ പ്രശ്നം. ഇത് ടേസ്റ്റ് ഉള്ളതാണ്, ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വിസറൽ ഫാറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണോ പ്രോട്ടീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിപരീത ഫലമുണ്ടാകും. കറക്റ്റ് ആളറിഞ്ഞിട്ട് കൊടുക്കണം. മെലിഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ കുഴപ്പമില്ല, പ്രായമായ ആൾക്കാർക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. എന്നാലും അവരുടെ ശരീരത്തിലെ ഫാറ്റ് കൂടി വരുമ്പോൾ കൺട്രോൾ ചെയ്യണം. ഫാറ്റ് കൂടി വരുമ്പോൾ മറ്റൊരു പ്രോട്ടീനിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഇത് കൊടുക്കരുതാത്തത് ഡയബറ്റിക് ആൻഡ് പ്രീ ഡയബറ്റിക് ആൾക്കാർക്ക് കൊടുത്തുകൂടാ. പ്രഗ്നന്റ് ലേഡീസിനും ലാക്ടേറ്റിംഗ് മദേഴ്സിനും കൊടുത്തുകൂടാ. കാരണം അതിനകത്ത് കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ട്. ഷുഗർ കൂടും, ഫാറ്റ് കൂടും. കൂടുതൽ ഫാറ്റ് ഉള്ള ശരീരത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഫാറ്റ് കൂടും. പിന്നെ നമുക്കിനി അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രിചാർജ് ഓൾ പ്രോ. ശരിക്കും യൂണിവേഴ്സൽ പ്രൊഡക്റ്റ്, എന്തിനോടും ചേർക്കാം, ഏതിലും ലയിച്ചു ചേരും, അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവാണ് ഇതിനുള്ളത്. ന്യൂട്രിചാർജ് ഓൾ പ്രോ വന്നതിന്റെ കാരണം ടേസ്റ്റ് ചോദിച്ച് വെറൈറ്റി ടേസ്റ്റ് അവൈലബിൾ ആയി കഴിഞ്ഞപ്പോൾ ഈ ടേസ്റ്റ് ഒന്നും പിടിക്കാത്ത പ്രോട്ടീൻ കലക്കി കുടിക്കുന്നതല്ലേ, അത് വേണ്ട, പൊടി എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഫീൽഡിൽ കാണാൻ പറ്റും. നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല കലക്കി കുടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര്, അവർക്കും പ്രോട്ടീൻ ആവശ്യമാണ്. ഇപ്പൊ വീട്ടിലൊരു മുതിർന്ന പൗരനുണ്ട്, അദ്ദേഹം ജീവിച്ച ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ഇന്ന് ആരോഗ്യം ശരിയല്ല. മക്കൾ അദ്ദേഹത്തിന് പ്രോട്ടീൻ കൊടുക്കാനായിട്ട്, അദ്ദേഹത്തെ ആരോഗ്യത്തോടു കൂടി കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പൊ ആ വ്യക്തി അറിയാതെ, നേരെ തിരിച്ചുമുണ്ട്, ചെറുപ്പക്കാരായ ആൾക്കാരുമുണ്ട്. പ്രോട്ടീൻ വേണ്ട, പൊടി വേണ്ട, ഗുളിക ഓക്കെ എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷെ പ്രോട്ടീൻ ഇല്ലാതെ നമ്മുടെ ഭക്ഷണം കംപ്ലീറ്റ് ആവില്ല. നമ്മുടെ സപ്ലിമെന്റ്സിന്റെ ഉദ്ദേശ്യം, സപ്ലിമെന്റ് ചെയ്യുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും കാര്യമായിട്ട് സാധിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ആൾക്കാരിൽ എത്തണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ അങ്ങനെയാണ് ന്യൂട്രിചാർജ് ഓൾ പ്രോ എന്ന് പറയുന്ന, ഓൾ പ്രോ എന്ന് പറയുമ്പോൾ എല്ലാ ഗുണങ്ങളുമുള്ള, മീൻസ് പ്രോട്ടീന്റെ എല്ലാ സവിശേഷതകളുമുണ്ട്. എങ്ങനെ വേണമെങ്കിലും പോകും. ഇവിടെ നോക്കാം, ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതിന്റെ, എതിലെ കൂടെ ഒക്കെ ഇത് ഉള്ളിൽ ചെല്ലാം. പാലിൽ കലക്കി കൊടുക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്യാം. സ്മൂത്തി ആയിട്ട് നമ്മൾ മറ്റു പ്രോട്ടീനുകൾ എടുക്കുമ്പോൾ അതിന്റെ കൂടെ മിക്സ് ചെയ്യാം. എന്തിനാണ് മറ്റു പ്രോട്ടീനുകളുടെ കൂടെ മിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ മിനിമം റിക്വയർമെന്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് 1 gram per kg ബോഡി വെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു സാഷെ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് 14.9 gram പ്രോട്ടീൻ ആണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ സപ്ലിമെന്റ് എടുത്തു എന്നും പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുണ്ടോ? ഇല്ല. നമ്മുടെ ആഹാരത്തിൽ നിന്ന് കഷ്ടിച്ചൊരു 10 gram കിട്ടും. ബാക്കി പ്രോട്ടീൻ ശരീരം എവിടെ പോകും? കാലം മാറുന്നതനുസരിച്ച് ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമ്മളുടെ നാഡികളിലാണ് ഏറ്റവും അധികം ക്ഷതം എത്തിക്കുന്നത്. മറവി രോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡൗൺ ആവുന്നത് കൊണ്ടാണ്. ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളുടെ കെമിക്കൽസ്, ശരീരത്തിന്റെ കെമിക്കൽസിന്റെ ഉൽപാദനം, ഇതെല്ലാം പ്രോട്ടീനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ കുറച്ചളവിൽ മാത്രം കഴിക്കുന്ന സാധനം പ്രോട്ടീൻ ആണെങ്കിൽ അത് നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് ആഹാരം പാകം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ മിക്സ് ചെയ്ത്, ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചോ, ഞാൻ ഇന്നലെ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിനകത്ത് 200 gram മാവിനകത്ത് 1 സ്കൂപ്പ് ന്യൂട്രിചാർജ് ഓൾ പ്രോ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ ആ പ്രോട്ടീൻ ഡയറക്റ്റ് ആയിട്ട് ചെല്ലും. കഴിക്കുന്നവരറിയത്തില്ല, ചപ്പാത്തിയുടെ ടേസ്റ്റിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നതും. ബോഡിയുടെ സ്റ്റാമിന കൂടാനായിട്ട്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, അതുപോലെ ഇന്റേണൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ആന്തരികമായ നീർവീഴ്ച, അത് നമ്മൾ പുറമെ കാണില്ല. ഒരു ഇൻവെസ്റ്റിഗേഷനും കൊണ്ട് അത് തെളിയിച്ചെടുക്കാനോ എന്നിട്ട് അതിന്റെ പരിഹാരം കാണാനോ പറ്റില്ല. ശരീരത്തിന് ആകെക്കൂടിയുള്ള ഒരു അസ്വസ്ഥത, അതാണ് ശരിക്കും ഇന്റേണൽ ഇൻഫ്ലമേഷൻ. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ മിനിമം പ്രോട്ടീൻ ആയിട്ട് ഇത് 1 സ്കൂപ്പെങ്കിലും ചെന്നാൽ, ഏറ്റവും കുറച്ച് ചെന്നാൽ, ശരീരത്തിനൊരു സ്വഭാവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വീട്ടമ്മ ഒരു വീടിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, പ്രധാനമായിട്ടും നമ്മുടെ ലിവർ, നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അവിടേക്ക് പ്രോട്ടീനെ എത്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇന്റേണൽ ഓർഗൻസ് വളരെ വിദഗ്ധമായിട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ കണ്ടിന്യൂസ് എടുത്താൽ എവിടെയാണ് അത്യാവശ്യം അവിടെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഡയറ്റിലുള്ള പ്രോട്ടീൻ തുച്ഛമാണ്, വളരെ തുച്ഛമാണ്. അതുകൊണ്ട് തന്നെയാണ് കാലക്രമേണ വയസ്സിന്റെ മാറ്റം അല്ലെങ്കിൽ ഏജ് അഡ്വാൻസ് ആയതുകൊണ്ട് എല്ലിന് തേയ്മാനം എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തുന്നത്. കാരണം എല്ലുകൾക്ക് ഓൾറെഡി ഡെപ്പോസിറ്റ് ഉണ്ട്, വളർന്നു വന്ന കാലത്തെ ഡെപ്പോസിറ്റ് ഉണ്ട്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾക്കാണ് നമ്മുടെ ഡയറ്റിൽ ഇല്ല നമ്മുടെ ഫുഡിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ ഉപയോഗിക്കപ്പെടുന്നത്. ശേഷിക്കുന്ന ഭാഗം, അതുകൊണ്ടാണ് ശരിക്കും ഹൈറ്റ് കുറഞ്ഞു പോവുക. നട്ടെല്ലിന്റെ കശേരുകൾക്കിടയ്ക്കുള്ള ഡിസ്ക് ലോപിച്ച് അത് ഫ്ലാറ്റ് ആയിട്ട് ശരിക്കും ഒരു എന്താ പറയാ അതിന്, ഒരു ശരിക്കും 2 സൈഡും കോൺകേവ് ആയിട്ടുള്ള, 2 സൈഡും ഉയർന്നു നിൽക്കുന്ന ഒരു പൊസിഷനാണ് ശരിക്കും നമ്മുടെ ഡിസ്കിനുള്ളത്. ഡിസ്ക് എന്ന് പറയുന്നത് കശേരുകളുടെ ഇടയിലുള്ള ഭാഗം, ആ ഒരു കാർട്ടിലേജ് ഭാഗം, അതിലും സോഫ്റ്റ് ആണ്, കാർട്ടിലേജിലും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം. ആ ഭാഗം നമുക്ക് ശരിക്കും റിപ്പയർ, ഡെയിലി നടക്കാൻ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഒരിക്കലും എത്ര പ്രായം കൂടിയാലും ഒരു വ്യക്തിയുടെ ഹൈറ്റ് കുറയില്ല. നോർമലി സംഭവിക്കുന്നത് അവിടേക്കൊന്നും പ്രോട്ടീൻ അത്യാവശ്യമല്ലാത്തത് കൊണ്ട് ബാക്കി കാര്യത്തിന് ഉപയോഗിക്കുകയും കാലക്രമേണ അവിടെ മഞ്ചാടിക്കുരുവിന്റെ ഷേപ്പ്, ഞാൻ അത് പറയാനാണ് വിട്ടുപോയത്. മഞ്ചാടിക്കുരു 2 സൈഡിലോട്ടും പൊങ്ങിയാണ് നിൽക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ കശേരുകളുടെ ഇടയ്ക്കുള്ള ഡിസ്ക് നിൽക്കുന്നത്. അത് കാലക്രമേണ അത് പരന്ന് ശരിക്കും നല്ല ഫ്ലാറ്റ് ആകും. ഫ്ലാറ്റ് ആകുന്ന സമയത്ത് നട്ടെല്ല് മൊത്തം താഴോട്ടിരിക്കും. അതാണ് ശരിക്കും പ്രായമാകുമ്പോൾ ആൾക്കാരുടെ പൊക്കം കുറയുക എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടെന്ന് ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. എന്നെ ഓടിച്ചു വിടുക ചെയ്തത്, താനൊന്ന് പോയി എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ അത് നമുക്ക് ഉത്തരമില്ലാതിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉത്തരം ഇതാണെന്ന് മനസ്സിലായത് പ്രോട്ടീന്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് തിരിച്ച് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോവുകയും ക്ലാസ്സുകൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ന്യൂട്രീഷൻ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് ആക്ച്വലി ഞങ്ങൾ പഠിക്കുന്നില്ല. അത് സത്യമാണ്. ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇന്നത് കഴിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ആൾക്കാർ ഇത് അറിയുന്നില്ല. ഡോക്ടർ എല്ലാമാണ്, ഡോക്ടറാണ് അദ്ദേഹം, അദ്ദേഹത്തിന് എല്ലാം അറിയാം എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ശരിക്കും ഡോക്ടറോട് ചോദിച്ചിട്ടേ ഞാൻ ഇത് ചെയ്യൂ, എന്റെ ഡോക്ടർ സമ്മതിച്ചാലേ ചെയ്യൂ. ശരിക്കും ഒരു ഡോക്ടറും വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആരും പറയില്ല, നിങ്ങൾ കഴിച്ചോ എന്ന് പറയില്ല. അതിന് കാരണം പറയുന്നത് എത്തിക്സ് ആണ് പറയുന്നത്. പക്ഷെ എത്തിക്സ് ശരിയായിട്ട് ഉപയോഗിച്ചാൽ അവർ പറയണം. അവർ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കിന്റെ കൂട്ടത്തില് നമ്മളുടെ വൈറ്റമിൻസും മിനറൽസും അവർ എഴുതാറുണ്ട്. കാൽഷ്യം ഗുളിക എഴുതാറുണ്ട്, വൈറ്റമിൻ D3 ടാബ്ലറ്റ് എഴുതാറുണ്ട്, ബി കോംപ്ലക്സ് എഴുതാറുണ്ട്, സിങ്ക് എഴുതാറുണ്ട്. പക്ഷെ ഇതൊക്കെ അവർക്ക് കൊടുക്കാം. അത് ഫാർമസ്യൂട്ടിക്കലി പ്രിപ്പയർഡ് ആണ്. ഫാർമസ്യൂട്ടിക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഗുളിക രൂപത്തിലോ പൗഡർ രൂപത്തിലോ സിറപ്പ് രൂപത്തിലോ നമ്മുടെ ഉള്ളിൽ എത്തുന്ന സാധനം അത് നമ്മളുടെ കാലക്രമേണ നമ്മളെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന ആ ഒരു ഷുഗർ ട്രാപ്പിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അറിവാണ്. ശരിക്കും സങ്കടം തോന്നും. വ്യാപാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ടൺ കണക്കിന് ഷുഗറാണ് ഫാക്ടറികളിൽ മരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് കൂടി അതിനെ മരുന്നുകളിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുകയും മരുന്നുകൾക്ക് ഡിപ്പെൻഡ് ആയവർ. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഒരു ഗുളികയിൽ തുടങ്ങി അനേകം ഗുളികകളിലേക്ക് പോകുന്നതും ഗുളിക കഴിച്ചിട്ടും എന്തുകൊണ്ട് ഷുഗർ കുറയുന്നില്ല എന്നുള്ളതിന്റെ ആൻസർ ശരിക്കും ഇപ്പോഴാണ്, റീസെന്റ് ആണ് കിട്ടിയത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ്. അപ്പൊ മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ സ്വയം ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാപരമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ മാർഗമില്ല. നമ്മൾ വിശ്വസിക്കുന്നത് അവരെയാണ് കൂടുതൽ, നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ അവരെയാണ് വിശ്വാസം. അപ്പൊ ഷുഗർ ട്രാപ്പിലൂടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതും എവറി സെക്കൻഡ് 2-3 പേര് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ശരിക്കും കണക്കുകൾ പറയുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ പ്രീ ഡയബറ്റിക് ആകാനുള്ള പ്രധാന റീസൺ ആഹാര സാധനങ്ങൾ, ഫുഡ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ്. ഫുഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ കൂടെ നമുക്ക് കിട്ടുന്ന ടേസ്റ്റുകൾ മുഴുവനും വിവിധ തരം ഷുഗറുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഷുഗർ ട്രാപ്പിൽ പെട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും പേഷ്യന്റ് ആയിട്ട് മാറുന്നതും കണ്ടിന്യൂസ് ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ 2 ഹോസ്പിറ്റല് മാറി മാറി നടന്ന് അവരുടെ ഒരു പെർമനന്റ് കസ്റ്റമർ ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം അറിയാതെ തന്നെയാണ് അവരതിനെ ഡിനേ ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്നും കഴിക്കണ്ട എന്ന് പറയുമ്പം അവർക്ക് ഇതൊന്നും അറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരേണ്ട ആവശ്യമുണ്ട്. പബ്ലിക്കിനെ വളർത്തേണ്ട ആവശ്യമുണ്ട്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് സാധ്യമാകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകതകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എന്തുകൊണ്ട് കൊടുക്കണം, ഇതാണ് കീ സെല്ലിംഗ് പോയിന്റ്സ് ആണ് ഇതിന്റെ. നമ്മൾ ഇത് മനഃപ്പാടമാക്കേണ്ട കാര്യമാണ്. 100% വെജിറ്റബിൾ പ്ലാന്റിൽ വെച്ചാൽ സസ്യോൽപ്പന്നമായ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ലേബൽ വളരെ ക്ലീൻ ആണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ലേബൽ റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ എടുത്താൽ റീഡിംഗ് ഓഫ് ലേബൽ നമ്മൾ ഏത് സൈഡിലാണ് ചെയ്യുന്നത്, അത് വെജിറ്റേറിയൻ ആണോ, അതിനകത്ത് മുട്ട ചേർന്നിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് ലേബൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ലേബൽ വായിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. ലേബലിലെ ഡോട്ടുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ഇതൊക്കെ നോക്കി നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിന്റെ ആ ഒരു കവറിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് 84% പ്രോട്ടീൻ ഉണ്ട്, അതിന് ആനുപാതികമായിട്ട് 2% ഫൈബർ ഉണ്ട്. അത് ഫ്രക്ടോളിഗോസാക്കറൈഡ് തന്നെയാണ്. ഇത് ലേബൽ ക്ലീൻ ആണെന്ന് പറയാൻ കാരണം ഇതിനകത്തെ കണ്ടന്റ് ആർക്ക് വേണേലും, കണ്ണിന് കാഴ്ചയുള്ള ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും വായിച്ച് നേരെ മനസ്സിലാകാം. ഒരു ഗൂഗിളും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു മാൾട്ടോവ, പണ്ടത്തെ മാൾട്ടോവയാണ് ഇപ്പോഴും എന്റെ നാവിലുള്ളത്, മാൾട്ടോവ വാങ്ങിക്കുക, ബൂസ്റ്റ് വാങ്ങിക്കുക, അതിന്റെ ലേബൽ വാങ്ങിക്കുമ്പോൾ മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഏതാണ്ട് നല്ല ഭയങ്കര ഗുണമുള്ള ഒരു സാധനം, അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഗുണമുള്ള സാധനങ്ങൾ, മറ്റുള്ളതിൽ കാണാത്ത ഒരു ലേബലാണ് മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത് പഞ്ചസാരയാണ്. ഡെക്സ്ട്രിൻ പഞ്ചസാരയാണ്. 82 പേരുകളിലാണ് പഞ്ചസാര ലേബലുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ലേബലിൽ കാണുന്നതെല്ലാം, ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗുണകരം എന്ന് പറയുന്നത് എന്ന് വിശ്വസിച്ച് നമ്മൾ വാങ്ങിക്കുന്നത് മുഴുവൻ ഷുഗർ ട്രാപ്പ് തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റും വ്യക്തമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം,
ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏത് കണ്ടന്റിന്റെ പേരാണോ അതായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൽ ആ ഒരു കണ്ടന്റ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അതിനകത്തുള്ളത്. നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിന്റെ ലേബൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇത് നാച്ചുറൽ ടേസ്റ്റ് ആണ്, പ്രത്യേകിച്ച് ഒന്നിന്റെയും ടേസ്റ്റ് ഇല്ല. നമ്മൾ കൊഴുപ്പിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ല, അല്ലെങ്കിൽ വെള്ളത്തിന് പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല എന്ന് പറയുന്നത് പോലെ ന്യൂട്രിചാർജ് ഓൾപ്രോയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ല. സാമ്പാറിനകത്ത് ഇട്ട് കഴിച്ചാൽ സാമ്പാറിന്റെ ടേസ്റ്റ് ആയിരിക്കും, റായത്തയിൽ ഇട്ട് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് ആയിരിക്കും, ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ ആ ചപ്പാത്തി മാവിന്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ പ്രോട്ടീൻ ഇതിനകത്ത് 3 തരത്തിലുള്ള പ്ലാന്റിൽ നിന്നാണ്. ഒന്ന് നമുക്ക് പംകിൻ സീഡ് ഉണ്ട്. പംകിൻ സീഡ് നമ്മുടെ മത്തങ്ങയുടെ കുരു. ആ സീഡ് നമ്മൾ എന്താ ചെയ്യുക, മത്തങ്ങ എടുത്തു കഴിഞ്ഞ് മത്തങ്ങയുടെ പൾപ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ കുരു നമ്മൾ വെളിയിൽ കളയുകയാണ് ചെയ്യുന്നത്. ആ സീഡിന്റെ അകത്തു നിന്നുള്ള പ്രോട്ടീൻ, ഞാൻ ഈ പ്രോട്ടീൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അവർക്ക് ടേസ്റ്റ് അധികം വേണ്ട, പക്ഷെ അവർക്ക് ശരീരത്തിന് ഗുണം വളരെയധികം കിട്ടുന്നതാണ്. മത്തങ്ങയുടെ കുരു എന്ന് പറയുമ്പോൾ അതിനകത്തെ പ്രോട്ടീന്റെ പ്രത്യേകത, അതിനകത്ത് സിങ്ക് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. പുരുഷ ശരീരത്തിലായാലും സ്ത്രീ ശരീരത്തിലായാലും സിങ്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ പുരുഷ ശരീരത്തിൽ പ്രായാധിക്യം മൂലം ഒരു 40 കഴിഞ്ഞ, ഇപ്പൊ പ്രായാധിക്യം എന്ന് പറയുമ്പോൾ 60 കഴിഞ്ഞവരല്ല, 40 കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവരുടെ ശരീരത്തില് ഡെഫിഷ്യൻസികളോടെ ജീവിച്ച് 40 വയസ്സെത്തിയ വ്യക്തി 40 വയസ്സിൽ വാർദ്ധക്യം തുടങ്ങുന്നത് പോലെ അവരുടെ ശരീരത്തിൽ കാര്യമായ ചേഞ്ചസ് ഉണ്ടാവും. അവിടെ മുതൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാകും. നോർമൽ 25 cc താഴെയുള്ളത് 25 cc മുകളിലായിരിക്കും. 12 to 15 ആണ് നോർമൽ എന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് ആയിട്ട്. എന്നാലും 25 മുതൽ മുകളിലോട്ട് പ്രശ്നമാണ്. ആ പ്രശ്നം ഉണ്ടാകുന്നതിനെ തടയാൻ ന്യൂട്രിചാർജ് മാനും ന്യൂട്രിചാർജ് ഓൾപ്രോയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവലി നമുക്ക് എടുത്തു പറയത്തക്ക മാറ്റം എന്ന് വിസിബിൾ ചേഞ്ച് എന്ന് പറയുന്നത് ഏത് പ്രൊഡക്റ്റിനും 6 മാസമാണ്. ഇപ്പൊ ശരീരത്ത് പിടിക്കുന്നുണ്ടോ എന്നറിയാൻ അവര് 3 മാസമെങ്കിലും കഴിച്ചെങ്കിൽ അവർക്ക് സ്വയം ഒരു നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. എന്നാലും 10 ദിവസം കഴിയുമ്പോൾ ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീല് അവർക്ക് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. എനർജി ലെവലിൽ വരുന്ന മാറ്റം നമുക്ക് കാണാൻ പറ്റും 1 മാസം കഴിയുമ്പോൾ. എന്നാലും എടുത്തു പറയത്തക്ക മാറ്റം എന്ന് പറയുന്നത് കറക്റ്റായിട്ടും 6 മാസം കൊണ്ടാണ്. കാരണം ഓരോ സെല്ലുകൾ, ഓരോ വിവിധ ഭാഗങ്ങളിലെ സെല്ലുകൾ റെജനുവേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്, അതായത് പഴയത് പോയിട്ട് പുതിയത് വരുന്ന സമയം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. മുടിയുടേത് ഡിഫറെന്റ് ആണ്, ബ്ലഡ് സെല്ലുകളുടേത് ഡിഫറെന്റ് ആണ്, നമ്മുടെ സ്കിന്നിന്റെ ഡിഫറെന്റ് ആണ്, കരളിൻ്റെത് 3 മാസം കൂടുമ്പോൾ റെജനുവേറ്റ് ആവുന്നു. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ മിനിമം 3 മാസമെങ്കിലും ഉപയോഗിച്ചാലേ എന്തെങ്കിലും ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഓക്കെ, ദെൻ കപ്പലണ്ടി, പീ പ്രോട്ടീൻ എന്ന് പറയും. പീ പ്രോട്ടീൻ അതും കുറച്ചധികം അമിനോ ആസിഡ്സ് ഉണ്ട് അതിനകത്ത്. ആ അമിനോ ആസിഡ്സില് ഏറ്റവും പ്രധാനം നമ്മളുടെ പ്രോട്ടീൻ്റെ അകത്ത് വേ പ്രോട്ടീൻ പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്യാം. സോയ പ്രോട്ടീനകത്ത് ശരിക്കും ലൂസിൻ എന്ന് പറയുന്ന ആ ഒരു അമിനോ ആസിഡ് ഉണ്ട്, മെത്തിയോണിൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്, മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോട്ടീൻ ഉണ്ടാവുന്ന ആ ഒരു പ്രവർത്തനം, അതിൽ നിന്ന് മസിലായിട്ട് മാറുന്ന ആ ഒരു പ്രവർത്തനം, അതിനെയൊക്കെ കൂടുതലാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ അർജിനിൻ ഉണ്ട് ഇതിനകത്ത്. അർജിനിൻ എന്ന് പറയുന്ന L-അർജിനിൻ എന്ന് പറയുന്ന ആ ഒരു അമിനോ ആസിഡ്, അർജിനിൻ ശരീരത്തിൽ ചെയ്യുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും പ്രത്യേകിച്ച് വളരെയധികം വ്യത്യാസങ്ങൾ. അർജിനിനും ചെയ്യുന്നത് ശരിക്കും പ്രോട്ടീൻ സിന്തസിസ് കൂടുകയാണ്. എക്സ്ട്രാ ആയിട്ട് ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അർജിനിൻ ഈ ഒരു പ്രോട്ടീൻ ന്യൂട്രിചാർജ് ഓൾപ്രോയിൽ അർജിനിൻ കുറച്ച് എക്സ്ട്രാ കിട്ടും. കാരണം ഇത് 3 പ്ലാന്റ് പ്രോട്ടീന്റെ മിക്സ് ആണ്. അത് കൂടുതലായിട്ട് പുരുഷ ശരീരത്തിൽ ചെയ്യുന്നത് അവരുടെ സെക്ഷൽ പെർഫോമൻസ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, എറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട്, അതുപോലെ ശീഘ്രസ്ഖലനം എന്നൊക്കെ പറയുന്ന ആ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം മനസ്സിലാക്കി ഇങ്ങനെയുള്ള പ്രോട്ടീൻ മനസ്സിലാക്കുന്ന വെച്ചാൽ പരസ്പരം തുറന്ന് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സിനോട് മാത്രം പറയുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമ്മളോട് പറയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നല്ല കൗൺസിലേഴ്സ് ആക്കി മാറ്റിയാൽ ഇതുപോലെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തുറന്നു പറയുള്ളൂ. പക്ഷെ അവിടെ എനിക്ക് പ്രയോജനം കിട്ടിയെന്ന ശരിക്കും ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് പറ്റും. കാരണം എന്നോട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു വ്യക്തിയെ അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ ഈ ഒരു പ്രോട്ടീൻ പ്രൊഡക്റ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്നുള്ളതാണ്. സ്ത്രീകളിലാണെങ്കിലും ഇതേ പ്രശ്നം തന്നെയുണ്ട്.
സെക്ഷൽ അർജ് ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ സ്കിന്നിന്റെ സൗന്ദര്യം വർദ്ധിക്കാൻ, അതിനൊക്കെ L-arginine വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുകൂടാതെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ബോൺ സ്ട്രെങ്തൻ ചെയ്യാൻ, ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് കൂടുന്നത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. അതുപോലെ പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസിന്റെ ഒരു മിതത്വം പാലിക്കൽ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ അമിനോ ആസിഡ്സ്, നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ അതിന്റെ അമിനോ ആസിഡ് 9 എണ്ണവും കൂടി ഉള്ളത് കൊണ്ടാണ് പീഡിക്കാസ് 1 എന്ന് പറഞ്ഞത്. ആ മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാൻ, നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അമിനോ ആസിഡ്സ് ആണ് ഹെൽപ്ഫുൾ ആയിട്ട്. മൂന്നാമത്തെ പ്രോട്ടീൻ സോയ് പ്രോട്ടീൻ ആണ്. സോയ് പ്രോട്ടീൻ കൺസിസ്റ്റന്റ് ആയിട്ട് എനർജി കിട്ടുന്നതിന് സഹായകരമാകും. ദെൻ നാച്ചുറൽ പ്രീബയോട്ടിക്, അത് ഫ്രക്ടോ ഒളിഗോസാക്രൈഡ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ഈസിലി ഡൈജസ്റ്റ് ആകും, ബ്ലോട്ടിംഗ് ഒന്നും ഉണ്ടാവത്തില്ല, പ്രത്യേകിച്ച് കളറില്ല, പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല. ഇതിനകത്ത് പ്രിസർവേറ്റീവ്, ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളതാണ് നല്ലൊരു കാര്യം. അതുകൊണ്ട് തന്നെ വൺസ് ഇത് ഓപ്പൺ ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. 30 ദിവസം പോയിട്ട് 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ചോദിക്കുമ്പോൾ പറയണത് 1000 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം അല്ലേ, അപ്പൊ അത് അര സ്കൂപ്പേ ഞാൻ ഇടുന്നുള്ളൂ. അങ്ങനെ ഇട്ടാൽ അവരുടെ ശരീരത്തിൽ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷേങ്കിൽ ശരീരത്തിന് കിട്ടേണ്ടതായ യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. പിന്നെ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്. ഇതിനകത്ത് ഗ്ലൂട്ടനും ഇല്ല, അതുപോലെ മറ്റ് വേ പ്രോട്ടീൻ, മറ്റൊരു ആനിമൽ മൃഗജന്യ കൊഴുപ്പുകളോ പ്രോട്ടീനോ ഒന്നും ഇതിനകത്തില്ല. ഡയറ്ററി ഗ്ലൂട്ടൺ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഗോതമ്പിനകത്തുള്ള പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടൺ ശരിക്കും ദോഷകാരിയാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ പാൻക്രിയാസിനെയാണ് അത് ഡിസ്റ്റർബ് ചെയ്യുന്നത്. നമ്മളുടെ ഇൻസുലിൻ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ഗ്ലൂട്ടൺ നമ്മൾ ഒഴിവാക്കണം. പക്ഷെ നേരെ ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഷുഗർ വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോയി ഡോക്ടർ ചോദിക്കും ആഹാര രീതി എന്താണെന്ന് ചോദിച്ചിട്ട്, നിങ്ങൾ നാളെ മുതൽ ചപ്പാത്തി കഴിച്ചോളൂ, ഗോതമ്പ് കഴിച്ചോളൂ. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ചപ്പാത്തിക്കകത്തുള്ള ഗ്ലൂട്ടൻ വീണ്ടും വീണ്ടും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് അറിയുന്നില്ല. അരിയിലുള്ള പ്രോട്ടീൻ വളരെ പ്യുവറാണ്, അവിടെ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നതൊന്നുമില്ല. അരി തവിടുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഗോതമ്പ് ഡിലേഡ് ആയിട്ടാണ് ശരീരത്തിൽ ദഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റത്തില്ല ഗോതമ്പ്. അതാണ് ശരിക്കും ഫുഡ് കൺട്രോൾ ഉദ്ദേശിച്ചിട്ടായിരിക്കാം പറയുന്നത്. ഞാനും ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് ഗോതമ്പ് അത്ര കണ്ട് ദോഷകാരിയായിട്ട് ഫീൽ ചെയ്തത് റീസെന്റ് ആണ്. ഇപ്പൊ ഒരു 4 മാസമായിട്ട് ഗോതമ്പ് കഴിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം എൻ്റെ ഷുഗർ ലെവലിൽ വന്നിട്ടുണ്ട്. ഷുഗർ ലെവൽ ഇപ്പൊ സ്പൈക്ക് ചെയ്ത് മുകളിലോട്ട് പോകാതെ നോർമൽ ലെവലിൽ നിൽക്കുന്നു. നേരെ മറിച്ച് കണ്ടിന്യൂസ് ചപ്പാത്തിയും ചോറും മാറി മാറി കഴിക്കുന്ന ആ സമയത്ത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും നമുക്ക് ചെല്ലുന്നത് അന്നജം തന്നെയാണ്. ചോറും ചപ്പാത്തിയും ശരിക്കും പറഞ്ഞാൽ ഷുഗർ പേഷ്യന്റ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കൺട്രോൾ ചെയ്യണമെങ്കിൽ പകരം എന്ത് കഴിക്കും എന്ന ചോദ്യത്തിന് ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കഴിക്കാനുണ്ട്. ചോറും ചപ്പാത്തിയും മാത്രം തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മില്ലറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രകൃതി ദത്തമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, ആ ഒരു സീഡിനകത്തുള്ളതെല്ലാം ഇൻക്ലൂഡിങ് നമുക്ക് ട്രേസ് എലമെന്റ്സ് ആയ ക്രോമിയം, സെലേനിയം ഒക്കെ കിട്ടാൻ മില്ലറ്റ്സ് കാരണമാകും. സർ എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓൾപ്രോ ആർക്ക് കൊടുക്കാമെന്നുള്ളത് പറയാം. ഓൾപ്രോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ചെറിയ കുട്ടികൾക്കും കൊടുക്കാൻ ന്യൂട്രിചാർജ് കിഡ്സിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ദോഷമില്ല. പക്ഷെ കമ്പനി അത് പറയുന്നില്ല. അതിന്റെ പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കിനി അടുത്ത ന്യൂട്രിചാർജ് റിഫ്രഷ് ഡ്രിങ്കിനെ പറ്റി പഠിക്കാം. ന്യൂട്രിചാർജ് റിഫ്രഷ് ഡ്രിങ്ക് എന്തുകൊണ്ട് നമ്മൾ കഴിക്കണം, എന്തിന് നമ്മളത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മളത് സെയിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്തുകൊണ്ട് എത്തിക്കണം. നമ്മുടെ ജീവിതം വളരെ കോമ്പറ്റേറ്റീവ് ആണ്. ആ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ മുന്നിലെത്തണം എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവരുടെ ഉള്ളില്. അങ്ങനെ മുന്നിലെത്താൻ ശ്രമിക്കുന്നവരുടെ ഇടയിലും നമുക്ക് പെട്ടെന്നൊരു ക്ഷീണം സംഭവിക്കുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്? നമ്മുടെ കോമ്പറ്റീഷനിൽ നമ്മൾ പുറകിൽ പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നത്.
അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് വേണ്ടുന്നത് എല്ലാ തരത്തിലും നമ്മുടെ എനർജി ബിൽഡപ്പ് ആയിട്ടിരിക്കണം. ആ എനർജി ബിൽഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് എനർജി ഡൗൺ ആയിട്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് നമുക്ക് എനർജി? ഒരു ജോലിയിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ, നമ്മൾ ചെയ്യുന്ന ജോലി കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ നമുക്ക് എനർജിക്ക് വേണം. ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയാ, റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റ് പല ഡ്രിങ്കുകളെയും, കാർബണേറ്റഡ് ആയിട്ടുള്ള ബിവറേജസ്, കൊക്കോകോളയുണ്ട്, ലിംക, പെപ്സി, ഇഷ്ടം പോലെ സാധനങ്ങൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ശരീരത്തിന് കിട്ടുന്നത് ഗുണത്തേക്കാൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടും. അതിനേക്കാൾ ഉപരി നമുക്ക് ലോങ് ടൈം ആയിട്ട് ശരീരം സഫർ ചെയ്യത്തക്ക ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കൊക്കോകോള സ്ഥിരമായിട്ട് കഴിക്കുന്നവര് ഉറപ്പായിട്ടും മുന്നോട്ട് പോയിട്ട് ഫാറ്റി ലിവർ മാറി സിറോസിസ് ലിവറിലേക്ക് എത്താൻ വലിയ താമസമില്ല. സിറോസിസ് ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഇപ്പം പെട്ടെന്നൊന്ന് വെള്ളം കുടിച്ചാൽ മതി ക്ഷീണം മാറുമെന്ന് പറയും. വെള്ളത്തിനകത്ത് എന്തുണ്ട്? ഈ ബാറ്ററി ഇവിടെ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്, അതായത് ഇലക്ട്രിസിറ്റി ശരീരത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന മൂലകങ്ങളാണ് വേണ്ടത്. നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ആ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത്. ഈ ഒരു സംഭവങ്ങൾ ശരിക്കും എനർജി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ ശരിക്കും നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പരീക്ഷാ കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സും 11ഉം 12ലും ഒക്കെ ഉള്ള കുട്ടികൾക്ക് എനർജറ്റിക് ആയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവർക്ക് സിപ്സ് ആയിട്ട് കുടിക്കാനായിട്ടും, അതുപോലെ തന്നെ എന്താ പറയാ, രാത്രി കാലങ്ങളിൽ ഉണർന്നിരുന്ന് പഠിക്കാൻ, രാത്രി കാലങ്ങളിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്കും ഇത് ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രോലൈറ്റ്സ് മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ആൻഡ് ഫോസ്ഫേറ്റ്. ഈ സംഭവങ്ങൾ ഡെയിലി ലൈഫിലെ ഓരോ ആക്ടിവിറ്റിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാര്, ഇപ്പൊ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ഹോം മേക്കർ ആണെന്ന് വെച്ചോളൂ, അവർക്കും എനർജി ആവശ്യമില്ല. രാവിലെ മുതൽ ജോലി ചെയ്ത് തളർന്നു, പക്ഷെ ഇരുന്നൊരു ആഹാരം കഴിക്കാൻ സമയമില്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കണ്ടിന്യൂസ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണം. വെറുതെ വെള്ളം കുടിച്ചാൽ ഒരല്പസമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടും എന്നല്ലാതെ നമുക്ക് കൂടുതൽ നേരത്തേക്ക് സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കുന്ന എനർജി അവിടെ ഉണ്ടാവുന്നില്ല. ഇലക്ട്രിസിറ്റി ശരീരത്തിൽ ഉണ്ടാവണം. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാനമായിട്ടും ബ്രെയിൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓരോ സെല്ലിൽ നിന്നും ബ്രെയിനിലേക്ക് പോകുന്ന മെസ്സേജസും അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന മെസ്സേജസും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ ഈ ഇലക്ട്രിസിറ്റി ശരീരത്തിൽ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലും വളരെ സ്ലോ ആയി പോകും. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ, സോഡിയം 110 താഴെ പോയാൽ, 140 വരെ നോർമലാണ്, 110 താഴെ പോയാൽ അവരുടെ ഓർമ്മ തന്നെ 25 വർഷം ബാക്കിലേക്ക് പോകുന്നത് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. സോഡിയം തിരിച്ച് ശരീരത്തിൽ ചെന്ന് കഴിയുമ്പം ഓക്കെയാണ്. നമ്മുടെ ന്യൂട്രിചാർജ് റിഫ്രഷ് ഡ്രിങ്കിന്റെ പ്രയോജനം അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റുകൾ എന്താണ്? അത് പടത്തിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ എല്ലാം ലേബൽ കൃത്യമായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. മാതള നാരങ്ങയുടെ സത്ത്, അതുപോലെ ചുവന്ന മുന്തിരിയുടെ സത്താണ് അതിനകത്തുള്ളത്. എനർജി പ്രൊവൈഡർ ആയിട്ട് അതിനകത്ത് ടോറിൻ ആണ്. ടോറിൻ എന്ന് പറയുന്ന സാധനം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? നമുക്ക് തണ്ണിമത്തൻ അറിയാം, നമ്മൾ കഴിച്ചിട്ട് അതിന്റെ മാംസളമായ ഭാഗം കഴിച്ചിട്ടത് പുറത്ത് കളയുന്നതാണ് ആ പച്ച ഭാഗം. ആ പച്ച സ്കിൻ മാത്രം കളഞ്ഞിട്ട് അതിനിടയ്ക്കുള്ള വൈറ്റ് പോർഷനിൽ നിന്നാണ് ശരിക്കും ടോറിൻ ഉത്പാദിപ്പിച്ചിട്ടുള്ളത്. ആ ടോറിൻ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ശരിക്കും ഈ ഒരു റിഫ്രഷ് ഡ്രിങ്കിലെ എനർജിയുടെ ഭാഗം. അത് നമ്മുടെ ശരീരത്തിൽ ബോഡി അതിനെ കൺവേർട്ട് ചെയ്ത് അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റും. അമിനോ ആസിഡ്സിൽ അർജിനിനും ലൂസിനും പോലെയുള്ള സാധനങ്ങളാണ്. അത് പ്രോട്ടീൻ സിന്തസിസിനെ കൂട്ടും. പ്രോട്ടീൻ സിന്തസിസ് കൂടി കഴിയുമ്പോൾ നമ്മുടെ മസിൽ പവർ കൂടും, എനർജി കൂടും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഫിസിക്കൽ അലേർട്ട്നെസ്സിന് വേണ്ടിയിട്ടും മെന്റൽ അലേർട്ട്നെസ്സിന് വേണ്ടിയിട്ടും നമ്മൾ ഈ മഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ശരീരം ഭയങ്കരമായിട്ട് തണുത്തു പോകുന്നു. അതുപോലെ തന്നെ ക്ഷീണം തോന്നുന്നു. നമുക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. കേൾവി കുറഞ്ഞു എന്ന് തോന്നിപ്പോകും. ചെവിക്കകത്ത് മൂളക്കം മാത്രമേ കേൾക്കുന്നുള്ളൂ, മുഴക്കം മാത്രമേ കേൾക്കാറുള്ളൂ.
അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ശരിക്കും പെട്ടെന്ന് ശരീരം സ്വിച്ച് ഓഫ് ആകും. അങ്ങനെയാണ് കുഴഞ്ഞു വീഴലുണ്ടാവുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പുറത്തു പോകുമ്പോഴും നമ്മളൊരു ക്ലാസ്സിൽ പോകുമ്പോഴും അലേർട്ട് ആയിട്ടിരിക്കാൻ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കാം. ലാക്ക് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ ദ ബോഡി ക്യാൻ ലീഡ് ടു മെനി എന്താ പറയാ, നമ്മുടെ തിങ്കിങ് പവർ. ശരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ ഈസ് ബിക്കോസ് മാഗ്നീഷ്യം സോഡിയം ഒരുപോലെ പറയുന്നത് കൊണ്ടാണ് അത്രയും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഈവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണു പോകുന്ന ആളെ പോലും നമുക്ക് കോൺഷ്യസ് ആക്കി എടുക്കാനായിട്ട് നമ്മുടെ ഡ്രിങ്കിന് പറ്റും. അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ആണ്. കോൾഡ് ഡ്രിങ്ക് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇമ്മീഡിയറ്റ് തരുമെങ്കിലും ലോങ് ടൈമിൽ അതിനകത്ത് മോർ ദാൻ 20% ഷുഗർ കണ്ടന്റും കാർബണേറ്റഡ് വാട്ടറും ആയതുകൊണ്ട് ശരീരത്തെ അത് അസിഡിക് ആക്കി വെക്കാനായിട്ട് കാരണമാകുന്നു. മോർ ഓവർ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ എല്ലിന്റെ തേയ്മാനം ഉണ്ടാകുന്നു. എല്ലിന്റെ തേയ്മാനം എന്ന് പറയുന്നത് ശരിക്കും എല്ലിനകത്തുള്ള കാൽഷ്യം, മഗ്നീഷ്യം പോലെയുള്ള ഫോസ്ഫറസ് പോലെയുള്ള മിനറൽസ് എല്ലാം പുറത്ത് ചാടുന്നതാണ്. കാർബണേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നത് സോഡ ആണ്, അതുപോലെ തന്നെ ഷുഗർ. ഇത് രണ്ടും നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. കോൾഡ് ഡ്രിങ്ക്സിൽ ഉള്ളതും ഇത് മാത്രമാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 10 രൂപയ്ക്ക് കിട്ടും ഇല്ലെ? മാംഗോ എന്ന് പറഞ്ഞിട്ട് 10 രൂപയ്ക്ക് മാംഗോ സിറപ്പ് കിട്ടും. ആ 10 രൂപയുടെ മാംഗോ സിറപ്പിനകത്ത് മാംഗോ ഇല്ല, 1% പോലും, ഒരു പൈസയുടെ പോലും വിലയുള്ള മാംഗോ അതിനകത്തില്ല. ജസ്റ്റ് ഫ്ലേവർ മാത്രമാണുള്ളത്. അതിന്റെ എസൻസ് മാത്രം ചേർത്തിട്ട് കാർബണേറ്റഡ് സൊല്യൂഷൻ ആണുള്ളത്. പക്ഷെ നമുക്ക് മാങ്ങയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരിക്കലും അത് മാങ്ങയല്ല. മാങ്ങയാണെങ്കിൽ 10 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഈ ഒരു ഡ്രിങ്കിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല. അതിന്റെ സ്പെഷ്യൽ പാക്കിംഗ് ആണ് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നത്. ബോഡിയിലെ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് എന്ന് പറയില്ല, കണ്ടമാനം വേർക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശരീരത്തു നിന്ന് പുറത്തു പോകുന്നത്, നോർമലി വയർത്ത് പുറത്തു പോകുന്നത് സാധനങ്ങൾ കൂടാതെ, അത് ശരിക്കും ബോഡിയുടെ ക്ലെൻസിങ് മെക്കാനിസം എന്ന് പറയാം. പക്ഷെ ഇപ്പൊ വയർക്കുന്നത് ശരീരത്തിനുള്ളിലെ ചൂട് കൂടി കഴിയുമ്പോൾ പുറത്തെ ചൂടും കൂടെ കൂടുകയാണ്. ആ ഒരു ഇംബാലൻസ് വന്നു കഴിയുമ്പോൾ ശരീരത്തിനുള്ളിലെ വെള്ളം എന്ന് പറയുന്ന സെല്ലുകൾക്കകത്തേതും സെല്ലുകൾക്കിടയിലുള്ള വെള്ളവുമാകാം. അത് നമ്മൾക്ക് ശരിക്കും സ്വെറ്റ് ഗ്ലാൻസ് വഴി അത് പുറത്തു വരുമ്പോൾ കംപ്ലീറ്റ് ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ബോഡിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അസിഡിക് ബോഡി ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇംബാലൻസ് ഇൻ ഇലക്ട്രോലൈറ്റ്സ് നമ്മളുടെ ബോധമണ്ഡലം തന്നെ മറച്ചു കളയും. ഒരുപാട് സിംറ്റംസ് ലെഥാർജിക് ആകും. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ അതുപോലെ ടയർഡ് ആയിപ്പോകും. നോർമൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. pH 7 ആണ് ന്യൂട്രൽ, 7ന് താഴെ ഉള്ളതാണ് അസിഡിക്, 7ന് മുകളിലായിരിക്കണം, 6.5 എങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഒരു 2 ടൈപ്പ് ഓഫ് ഫാറ്റിക് ഞാൻ ഓൾറെഡി പറഞ്ഞു, മെന്റൽ ആൻഡ് ഫിസിക്കൽ ആണ്. നമുക്ക് തീരുമാനം എടുക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ തിരിച്ച് രക്ഷിച്ചു കൊണ്ടുവരാൻ നമുക്ക് ചെറിയ പണികൾ പോലും ഓവർലോഡ് ആയിട്ട് തോന്നും. റുട്ടീനായിട്ട് ഇഷ്ടമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അത് ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഭാരപ്പെട്ട പണിയാണെന്ന് തോന്നും. സ്റ്റെപ്പ് കയറി മുകളിൽ അവര് വീടിന്റെ വാതിക്കൽ എത്തിയാൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുന്നത് പോലും ഭാരപ്പെട്ട ജോലിയാണെന്ന് തോന്നും. അപ്പൊ ഇതിനകത്ത് മറ്റൊരു സാധനമുണ്ട് നമുക്ക് ചേർത്തിരിക്കുന്നത്. ന്യൂട്രീഷന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്കതറിയാം, അതുള്ളതാണ്. അതിനെ നിവർത്താൻ വേണ്ടി പോലും ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പോഷകങ്ങളാണ്. ആ പോഷകങ്ങൾ എന്ന് പറയുന്നതിൽ കുറച്ച് മിനറൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീരെ ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് എനർജറ്റിക് ആയിട്ട് നമ്മളെ ഉണർത്തി കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഈ ഒരു ചെറിയ ഡ്രിങ്കിനുണ്ടെന്നുള്ളതാണ്. വളരെ മിറക്കുലസ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് നമ്മുടെ എനർജി ലെവലിൽ അതിന് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇത് കഫീൻ ഉണ്ട്, ഒരു കൂടുതൽ ലെവലിൽ കഫീൻ ഇല്ല, പക്ഷേ എങ്കിൽ വളരെ കുറച്ച് ലെവലിൽ കഫീൻ ഉണ്ട് ഇതിനകത്ത്. അത് തന്നെ നമുക്ക് ഒരു ഉത്തേജകമാണ്. ഒരു കോഫി അല്ലെങ്കിൽ ഒരു ചായ, ഈ ചായക്കകത്ത് വളരെ കുറച്ച് മാത്രം കഫീൻ ഉണ്ട്. പക്ഷെ കോഫിക്കകത്താണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കോഫിക്കകത്ത് 100 മില്ലിഗ്രാം നമുക്ക് കഫീൻ ഉണ്ട്. കഫീന്റെ ഒരു സൈഡ് എഫക്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഉത്തേജനം കിട്ടും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കോഫി നല്ലതാണ്, ഫാറ്റ് റിഡക്ഷന് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അഡ്രിനാലിൻ കൂടാനായിട്ട്, നമുക്ക് BP ഉണ്ടാവാനായിട്ടും അത് കാരണമാകും. ഉത്തേജനം കിട്ടണമെങ്കിൽ അഡ്രിനാലിൻ കൂട്ടണം. നമ്മൾ പറയാറില്ലേ, വെറുതെ ഒച്ച വെച്ച് നിന്റെ അഡ്രിനാലിൻ കളയണ്ട. അതാണ് അതിന്റെ കാരണം. അഡ്രിനാലിൻ ആവശ്യമില്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാനും
കൺസിസ്റ്റന്റ് ആയിട്ട് അഡ്രിനാലിൻ ലെവൽ കൂടിയിരിക്കുമ്പം വാസോ കൺസ്ട്രിക്ഷൻ, ഞരമ്പുകളുടെ വ്യാസം കുറയാനും അത് കാരണമാകും. ആ ഞരമ്പുകളുടെ വ്യാസം കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡിന്റെ ഒഴുക്ക് കുറയും. പല ഭാഗങ്ങളിലും രക്തം എത്താതാകും. രക്തം എത്താതാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങളും അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഡ്രിങ്കും കോഫിയും ടീയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 64 മില്ലിഗ്രാം ആണ് ഇതിനകത്ത് നമുക്ക് എനർജി ബൂസ്റ്റർ കഫീൻ കിട്ടുന്നത്. 120, 130 ഒരു കപ്പ് കാപ്പിക്കകത്തുള്ള കഫീൻ എങ്കിൽ 40 മുതൽ 80 മില്ലിഗ്രാം വരെയാണ് ചായക്കകത്തുള്ള കഫീൻ എന്ന് പറയുന്നത്. ഇത് പാല് ചേർത്തിട്ടുണ്ട്. പാല് ചേർക്കാത്ത ചായയാണ് പറഞ്ഞതിൻ്റെ അത്. അപ്പൊ പാല് ചേർക്കുമ്പോൾ അതിന്റെ കോമ്പിനേഷൻ വളരെ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് കഫീൻ മെന്റൽ ആൻഡ് ഫിസിക്കൽ അലേർട്ട്നെസ് കൂട്ടാൻ, ശരിക്കും നമുക്കൊരു ഇച്ചിരി ഒരു ഉന്മേഷമായി എന്ന് തോന്നി നമ്മുടെ ജോലികൾ കംപ്ലീറ്റ് ആക്കാൻ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് സ്റ്റിമുലേഷൻ കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കഫീനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോഫിയോ ടീയോ അത് നമ്മൾക്ക് ശരീരത്തിന് വളരെയധികം ഹാനികരമാണ്. ബേണിംഗ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉത്പാദനം കൂടാൻ ഈ കഫീൻ കാരണമാകും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് മാത്രം കോഫി കുടിക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കോഫിയെ നമ്മൾ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് മനസ്സിലാക്കി കഴിക്കുക. അല്ലാത്ത സമയത്ത് ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാധനമാണ്. ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്നത് പോലെയാണ് ശരിക്കും നമ്മളെ ചാർജ് ചെയ്യാനുള്ള ഒരു ബാറ്ററിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി ബൂസ്റ്റർ ആണ് നമ്മളുടെ ന്യൂട്രിചാർജ് റിഫ്രഷർ എന്ന് പറയും. ഇത് ആദ്യം ഇറങ്ങിയതാണ്. ഇതിനകത്ത് ന്യൂട്രിചാർജ് റിഫ്രഷർ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പോമഗ്രനേറ്റ്, വൈറ്റമിൻ സി, അതുപോലെ റെഡ് ഗ്രേപ്സ്, ടോറിൻ, ഇത് നേരെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെ ഒരു കണ്ടന്റ് മറ്റ് കഫിനേറ്റഡ് അല്ലെങ്കിൽ കാർബണേറ്റഡ് സൊല്യൂഷനുകളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇതിനകത്തില്ലാത്ത ഷുഗർ അവിടെ ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ അത് കഴിക്കരുതെന്ന് പറയുന്നത്. ടോറിൻ എന്താ ചെല്ലുക? ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അർജിനിന്റെ കാര്യം. സർക്കുലേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സാധനമാണ് അർജിൻ എന്ന് പറയുന്നത്. സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബ്ലഡ് വെസലുകളുടെ വ്യാസം കൂട്ടുക എന്നുള്ളതാണ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ചെയ്യുന്നത്. അപ്പൊ മസിലില്, നമ്മുടെ ശരീരത്ത് മസിൽ എന്തിനാണ്, പ്രോട്ടീൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ സഹായിക്കും എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ടോറിൻ ചെന്നിട്ട് അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ആകും. ആ അമിനോ ആസിഡ് അർജിനിനാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനായിട്ടും ഇലക്ട്രിസിറ്റി പ്രവാഹത്തിന്, സംവേദന ആവേദനങ്ങൾ നാഡീതന്തുക്കളിലൂടെ, നാഡികളിലൂടെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാനും, ടു ആൻഡ് ഫ്രോ സംവേദം, ടു ആൻഡ് ഫ്രോ മെസ്സേജ്, അങ്ങോട്ടൊരു മെസ്സേജ് അയച്ച് തിരിച്ചതിന്റെ റെസ്പോൺസ് കിട്ടുക, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു റിഫ്രഷ് ഡ്രിങ്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ക്ഷീണം മാറും, മെന്റൽ അലേർട്ട്നെസ്, ബെറ്റർ പെർഫോമൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട്, ഫിസിക്കലായിട്ടും മെന്റലായിട്ടും അലേർട്ടായിട്ട് നമുക്ക് ജീവൻ ഉണ്ടെന്ന് തോന്നും. അയ്യോ ഞാനങ്ങ് ചത്തുപോയെന്നാ തോന്നിയേ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു 4 മണിക്കൂർ വരെ നമുക്ക് വേറെ വെള്ളം ഒന്നും കുടിച്ചില്ലെങ്കിലും വേറെ ആഹാരം ഒന്നും കഴിച്ചില്ലെങ്കിലും ഒരു ഫുൾനെസ് നമുക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മുന്തിരി വാങ്ങിച്ച് നമ്മൾ ജ്യൂസ് ആക്കിയാൽ എങ്ങനെയിരിക്കും? അതിനകത്ത് ഒരുപാട് നമുക്ക് വേണ്ടാത്ത ഒരുപാട് അഡീഷൻസ് അവിടെയുണ്ട്. മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അത് പാക്കിംഗ് മുതൽ കേടാവാതിരിക്കാനുള്ള സാധനങ്ങൾ അവരതിനെ മുക്കിയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. കേരളം എന്ന് പറയുന്നതിലെ ലോകം ഉറ്റുനോക്കുന്ന ഒരു മാർക്കറ്റാണ് ശരിക്കും. എല്ലാ തരത്തിലും കേരളത്തിൽ എന്തും വിറ്റുപോകും. കാരണം ആൾക്കാരുടെ എഡ്യൂക്കേഷൻ അതിന് കാരണമാണ്. ഗുണങ്ങൾ തേടിയാണ് നമ്മൾ ഓടുന്നത്. ഗുണങ്ങളുടെ കൂടെ ദോഷങ്ങൾ വരുന്നതിനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നത്. ഈ മരം പോമഗ്രനേറ്റ്, മാതള നാരകം എന്ന് പറയുന്ന കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് കൂടുതൽ ആന്റിബയോട്ടിക്സുകളും ആവശ്യമില്ലാത്ത ഹോർമോൺസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് വിശ്വസിച്ചൊരു ഫ്രൂട്ടും കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും നമ്മൾക്ക് ഫ്രൂട്ട്സിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കാനും പറ്റില്ല. ഇപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റിമൂവ് ചെയ്യാൻ ആഡഡ് ആയിട്ട് കൂടുതലായിട്ട് ചെല്ലുന്ന സാധനങ്ങൾ, അല്ലെ ശരീരത്തിന് വിഷകം എന്ന് തോന്നുന്ന സാധനങ്ങൾ, ദോഷകാരിയായിട്ടുള്ളതിനെ റിമൂവ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ ലിവറിനെ സജ്ജമാക്കി വെക്കുക. ലിവറിനെ സഹായിക്കുന്ന ഒരു ഡയറ്റ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. നമ്മുടെ ലിവറിന് കേട് തട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ടയേർഡ് ആക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. ലിവർ നമ്മളെ രക്ഷിക്കും. നമ്മൾ ലിവറെ രക്ഷിച്ചാൽ മതി, ലിവർ നമ്മളെ രക്ഷിക്കും.
ഇതിപ്പോ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു ന്യൂട്രിചാർജ് റിഫ്രഷർ ആണ്. ഓറഞ്ച് ഫ്ലേവർ ആണ്. ഇതുവരെ ആദ്യമായിട്ടാണ് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ബാക്കി നമ്മളുടെ ന്യൂട്രിചാർജ് കിഡ്സ് പറയുമ്പോഴും പറയാറുണ്ട് ഫ്ലേവർ എന്ന് പറയരുത്, ഒറിജിനൽ ആയിട്ടുള്ള മാംഗോ ആണ് അതിനകത്തുള്ളത്. അപ്പൊ മാംഗോ ടേസ്റ്റ്, അതുപോലെ കൊക്കോ ടേസ്റ്റ്, ഇതിനകത്തും ഒറിജിനൽ സാധനം, ഇവിടെ അല്പം ഫ്ലേവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചൂട് കാലത്ത് ഈ ഒരു ഫ്ലേവേർഡ്, ഇത് ഫ്ലേവർ ആണെങ്കിലും ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ലെവലിലേക്ക് അത് കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാം, അത് പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ ഇതിനെ നമ്മൾ ഫോർട്ടിഫൈ ചെയ്ത് ഈ ഒരു സംഭവം തന്നെ ഇപ്പൊ റീസെന്റ് നമുക്കൊരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് മിന്റും മറ്റു രീതികളിൽ മറ്റു പല സാധനങ്ങളും ചേർത്ത് നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് ആയിട്ട് മാറ്റി വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ദെൻ ന്യൂട്രിചാർജ് റിഫ്രഷർ ആർക്കൊക്കെ കഴിക്കാം? കഴിക്കേണ്ടത് ശരിക്കും ഒരുപാട് സമയം പബ്ലിക്കുമായിട്ട് ഇടപെടുന്ന എനർജി, അതായത് തോട്ട് ഉപയോഗിക്കുക, പ്രാസംഗികരാകാം, പൊളിറ്റീഷ്യൻസ് ആകാം, ടീച്ചേഴ്സ് ആകാം, ലീഡേഴ്സ് ആകാം, നമ്മുടെ ലീഡേഴ്സ് ആവാം, അത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകാം, ഇപ്പൊ ഇലക്ഷന്റെ ചൂടിലൂടെ നടക്കുന്ന ലീഡേഴ്സ് ആവാം, അവർക്കൊക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ്. യൂത്ത് ഗ്രൂപ്പ്സ്, അടിച്ചു പൊളിച്ച് നടക്കുന്ന ആ ഒരു പ്രായം, എനർജറ്റിക് ആയിട്ട് കൊണ്ട് നടക്കേണ്ട അവരുടെ ആ ഒരു എന്റർടൈൻമെന്റ് ടൈം, ഇത് അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ ടൈം കൂടുതൽ പുറത്താക്കി മാറ്റാൻ, നൈറ്റ് ഡ്രൈവിങ്ങിന് പോകുന്നവര്, പാർട്ടി പ്ലേസസിലെ കാർബണേറ്റഡ് സൊല്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇതിനെ അവിടെ നിന്ന് പരിചയപ്പെടുത്താം. ഫങ്ഷൻസിൽ, സെറിമണീസിൽ പോകുന്നവര്, ഇങ്ങനെയുള്ള ഫങ്ഷൻസിനും ഹൈ എനർജറ്റിക് ആയിട്ട് നിൽക്കണം. അപ്പൊ വെറുതെ ഉറക്കം തൂങ്ങിപ്പോവല്ല ചെയ്യുന്നത്. ട്രക്ക് ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, പല അപകടങ്ങളും ഉണ്ടാവുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയിട്ടാണ്. ആ ഉറക്കം വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് ലോങ് ഡ്രൈവ്, എനർജറ്റിക് ആയിട്ട് ആ ഡ്രൈവിംഗ് ആസ്വദിച്ചു പോകാൻ വേണ്ടിയിട്ട്, ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ലോങ് ഡ്രൈവ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാം. ദെൻ പെർഫോമൻസ് ബെറ്റർ ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, എക്സ്പ്രഷൻസ് ഒക്കെ വളരെ ടൈനി എക്സ്പ്രഷൻസ് പോലും മുഖത്ത് തിളങ്ങി മിന്നി മറയുമ്പോൾ ഓഡിയൻസിന് കിട്ടുന്ന ആ ഒരു കംഫർട്ട്, അത് ആ ഒരു പെർഫോമറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പെർഫോമർ ചിരിച്ചു കാണിക്കേണ്ടിടത്ത് വളിച്ച ചിരിയാവാതിരിക്കാനായിട്ട്, അവരുടെ ആ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒക്കെ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാം. ഡാൻസ് കളിക്കുന്ന മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാവും, അവരോട് കാര്യം പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മൾ കുട്ടികളുടെ അടുക്കൽ, ഇതൊരു കോമ്പറ്റീഷൻ ആണ്, തമാശയ്ക്ക് വേണ്ടിയിട്ട് കളിച്ച് അവരുടെ മുമ്പിൽ തോക്കാതിരിക്കാൻ, അവരുടെ കൂടെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ. നമുക്കിതിന് താല്പര്യമൊന്നുമില്ല, എന്നാലും അവരുടെ മനസ്സൊന്ന് ബിൽഡ് ചെയ്യാൻ, അവരുടെ ട്രസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാൻ, അവരുടെ കൂടെ ഇരിക്കണമെങ്കിലും നമുക്ക് എനർജി ആവശ്യമാണ്. ലോങ് അവേഴ്സ് പരീക്ഷ എഴുതുന്നവർ ഇടയ്ക്ക് വെച്ച് തളർന്നു പോകാം. കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വയറ് കത്തും, വീണ്ടും ക്ഷീണം തോന്നും. അങ്ങനെ ആ ലോങ് എക്സാമിന് പോകുന്നവർക്ക് ഡ്രിങ്ക് കൂടെ കരുതാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റും. അതുപോലെ സ്പോർട്സിനൊക്കെ പോകുന്നവർക്ക് നമുക്കിത് വെക്കാവുന്ന, പുറത്ത് ആൾക്കാരിലേക്ക് കൂടുതൽ റീച്ച് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആ ഒരു ഓണറെ, ആ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാൽ ഈ സെന്ററുകൾ, ജ്യൂസ് സെന്ററുകൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലൂടെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാം. ഇത് മാത്രം അവസരങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല? ആരാണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും പറയും, സ്കൈ ഈസ് അവർ ലിമിറ്റ്. അവിടേക്ക് പോകാൻ തടസ്സം നമ്മൾ മാത്രമാണ്, വേറൊരാളും തടസ്സപ്പെടുത്തിയിട്ടല്ല. അതുകൊണ്ട് മേരാ ചാർജ് ന്യൂട്രി ചാർജ്, ഹമാരാ ചാർജ് ന്യൂട്രി ചാർജ്. രാവിലെ ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.